ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ശ്രുതിയെ ചന്ദ്രമതി തന്നെ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുന്നുണ്ട്. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ മണ്ഡപ ഡെക്കറേഷൻസിന്റെ വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സമയമാണ്. രേവതിക്ക് ഒരു എതിരാളിയായിട്ട് മറ്റൊരു സ്ത്രീയും മണ്ഡപ ഡെക്കറേഷൻസിന്റെ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പെട്ടെന്ന് തന്നെ രേവതി വന്നതുകൊണ്ട് അവർക്കതൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. രേവതിയെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കുറച്ച് പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ചന്ദ്രയുമായിട്ട് കൂട്ടുകൂടുകയും ചന്ദ്രയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ആ സ്ത്രീ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതിയെ ചന്ദ്ര വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഈ സ്ത്രീയാണ് ശ്രുതിക്ക് സഹായമായിട്ട് നിൽക്കുന്നത്. ചന്ദ്രയുടെ മുമ്പിൽ നല്ല ആളായിട്ടും ശ്രുതിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടും രേവതിയെ തറ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവര് ഇങ്ങനെ ഡബിൾ റോൾ ആയിട്ട് കളിക്കുന്നത് കേട്ടോ. ശ്രുതി പുറത്തായത് കൊണ്ട് തന്നെ രേവതി അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രുതിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ശ്രുതിക്ക് വേണ്ട സഹായങ്ങൾ ഈ സ്ത്രീയാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. രേവതിയെ പുറത്താക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസം ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ചെന്ന് സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അതിന് പരിഹാരമായിട്ട് വീട്ടിൽ ഒരു പൂജ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. പൂജയ്ക്ക് വേണ്ട ആളെയും ഈ സ്ത്രീ തന്നെ ഏർപ്പാടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് മോഷണമൊക്കെ തട്ടിപ്പൊക്കെ നടത്തുന്ന ഒരു പെണ്ണിനെയാണ് അവിടെ പൂജ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് അവരെടുത്ത് പറയുന്നത് രണ്ടാമത്തെ മരുമകള് ഈ വീട്ടിൽ തന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ദോഷമാണ് എന്നും ചന്ദ്രമതിയുടെ താലിഭാഗ്യം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ഇവര് പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് പറയാണ് അങ്ങനെ രേവതിയെ എത്രയും വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനം കിട്ടുള്ളൂ എന്നുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിശ്വാസിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. എന്നാൽ ഈ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ മറ്റാരും അവിടെ വിശ്വസിക്കുന്നില്ല കേട്ടോ. ചന്ദ്ര എത്ര പറഞ്ഞിട്ടും രേവതി അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സച്ചിയോ അതുപോലെ ശ്രീകാന്തോ വർഷയോ ആരും സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് രവിയും ഈ കാര്യം ഒട്ടും സമ്മതിക്കില്ലല്ലോ. രേവതിക്ക് എതിരാളിയായി നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് മനസ്സിലാവാണ് ഇതിലൂടെ ഒന്നും രേവതിയെ പുറത്താക്കാൻ വേണ്ടി പറ്റില്ല. ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കണോ എന്ന്. അങ്ങനെ ഒരു ദിവസം അശോകനും അതുപോലെ തന്നെ രവിയും കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ വന്നിട്ട് രവിയെ ഇടിക്കാണ് കേട്ടോ. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ശ്രുതിയും അതുപോലെ തന്നെ രേവതിക്ക് എതിരാളിയായി നിൽക്കുന്ന ആ സ്ത്രീയും കൂടി ചേർന്നിട്ട്. ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലായ രവിക്കരികിലേക്ക് ചന്ദ്ര എത്തുമ്പോൾ ചന്ദ്ര പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രേവതി കാരണം രവിയേട്ടന് ആപത്തുണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? ഇവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് രേവതിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അതും രേവതിക്കും ചെറിയൊരു വിശ്വാസം പോലെ വന്നു തുടങ്ങുകയാണ് കേട്ടോ. കാരണം ഇങ്ങനെ പറഞ്ഞ് ഉടനെ തന്നെ രവിക്ക് ഇങ്ങനത്തെ ഒരു ആപത്ത് വരികയും ചെയ്തല്ലോ. അതുകൊണ്ട് രേവതി തന്നെ സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി വീട്ടിൽ നിന്ന് പോയെങ്കിലും ചന്ദ്ര അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ശ്രീകാന്തും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ടാണ് ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവരുടെ കഷ്ടതകളൊക്കെ കാണുമ്പോൾ രേവതി വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അച്ഛനും എല്ലാവർക്കും വേണ്ട ഫുഡ് അങ്ങോട്ട് കൊണ്ടുകൊടുക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചിയാണെങ്കിൽ ഇടയ്ക്ക് രേവതിയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രേവതിക്ക് ഒരു കടയുണ്ട് കേട്ടോ ഇപ്പോ. അത് ഒരു ഫ്ളാറ്റിന്റെ മുന്നിലാണ്. സച്ചി ദിവസവും അവിടെ വന്നിട്ട് രേവതിയെ കാണുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുള്ള അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ. ആ കുട്ടി ഒരു ദിവസം കത്തി എടുത്തിട്ട് ഇങ്ങനെ കളിക്കുവാണ്. ഫ്ളാറ്റിന്റെ പുറത്തോട്ട് ഓടി വന്നിട്ട് കഴുത്തിനവിടെ കത്തി വെച്ചിട്ട് അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഓരോന്ന് കാണിക്കുന്നൊക്കെയുണ്ട്. ഇത് കണ്ടിട്ട് ആ അച്ഛനമ്മയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവരരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇവൻ കത്തി വെച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയമാണ്. അങ്ങനെ ഇത് കണ്ടുനിന്ന സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അവരെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടിയാണെങ്കിലല്ലേ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഒരു ഐഡിയ ഇറക്കുവാണേ. രേവതി പറയുന്നുണ്ട് അവിടെ ഒരു പൂക്കൊട്ടയുണ്ട്, ആ കൊട്ടയിലെ പൂ എടുത്തിട്ട് അവന്റെ മേലേക്ക് ഇടാം. അപ്പൊ അവന്റെ ശ്രദ്ധ മാറുമല്ലോ. ഉടനെ തന്നെ സച്ചിയേട്ടൻ കത്തി അവന്റെ കയ്യിൽ നിന്ന് മേടിക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ കുട്ടിയെ രക്ഷിച്ചതുകൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും സച്ചിക്ക് വേണ്ടിയിട്ട് കുറെ ഓട്ടങ്ങളൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അവരിടയ്ക്കിടയ്ക്ക് ടൂറ് പോകാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഒരു വാന് മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് മേടിക്കാനുള്ള കാശൊന്നും സച്ചിക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ ആള് തന്നെ ബാങ്കിൽ ലോണൊക്കെ ഇട്ട് സച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വാന്റെ പൂജ ദിവസം എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേക്കും ദേവുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാന്റെ പൂജയെല്ലാം കഴിഞ്ഞ് ദേവു ആണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്നിട്ട് ദേവുവിന്റെ താലിമാല അടിച്ചോണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ആ പോകുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ രേവതിയെ തട്ടിക്കൊണ്ടാണ് അങ്ങ് പോകുന്നത്. ദേവു കരയുന്നത് കാണുമ്പോൾ അരികിലെ ചെന്ന് രേവതി കാര്യം അന്വേഷിക്കുന്നുണ്ട്. താലിമാല കാണുന്നില്ല ചേച്ചി എന്ന് പറയണേ. ഇങ്ങനെ സാരിയൊക്കെ മൂടി പൊതിച്ചിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മേലൊരു ഡൗട്ട് തോന്നുകയും രേവതി അവളുടെ പുറകെ ഓടിയിട്ട് അവളെ പിടിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെ സ്വാമിയുടെ വേഷം കേട്ടി വന്ന പെണ്ണ് ഇതാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി മനസ്സിലാക്കാനാണ് ചെയ്യുന്നത്.
എടി നീയാണല്ലേടി സ്വാമി വേഷം കെട്ടിയിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ പെണ്ണിന് മനസ്സിലാവാണ് ഇത് രേവതിയാണെന്ന്. ഉടനെ തന്നെ രേവതിയെ തള്ളിയിട്ടും കൊണ്ട് അവൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ കാര്യം വന്നിട്ട് സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്. സച്ചിയും അതുപോലെ കൂടെയുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി പറയുന്നത് അവര് ഭയങ്കര ശക്തിയുള്ള ആളാണ്. ഞാനൊരു ദിവസം അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടെയുള്ള ഒരുപാട് ആൾക്കാര് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ചന്ദ്രയുടെ ആ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സച്ചി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങള് ആ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവര് പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം നിങ്ങളടുത്ത് മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൈപിടിച്ചിട്ട് ആരതി ഒഴിഞ്ഞിട്ട് നിങ്ങൾ രേവതിയെ തിരികെ വീട്ടിലേക്ക് കയറ്റണമെന്ന് പറയാണല്ലേ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്ന് സച്ചിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചന്ദ്രയും പറയുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ സച്ചിയും രേവതിയും തുനിഞ്ഞിറങ്ങുന്നുണ്ട്. അവളെ എവിടെ വെച്ചിട്ടാണ് കണ്ടതെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പിടിച്ച ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ സ്ത്രീയുടെ ഫേസ് അങ്ങ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷെ അവളുടെ കയ്യിൽ നിന്നും ഒരു പേപ്പർ താഴെ വീഴുന്നത് ആ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ സച്ചി രേവതി ആ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പേപ്പർ കിട്ടാണ്. അതിനകത്ത് ഒരു അഡ്രസ് ഉണ്ട് കേട്ടോ. ആ അഡ്രസ്സ് കേട്ടിട്ട് സച്ചിയും രേവതിയും പോകുന്നുണ്ട്. വഴിയിൽ വെച്ചിട്ട് സച്ചിയുടെ പഴയ ഒരു ഫ്രണ്ടിനെ കാണുവാണേ. അഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് മോഷ്ടിച്ച സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഒരുക്കുമല്ലോ, ആ സ്ഥലമാണെന്നുള്ള കാര്യം സച്ചിയെ അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായാലും ഇവിടെ വരും, അല്ലെങ്കിൽ ഇവരെ ഗ്യാങ് ഉണ്ടാവുമല്ലോ, അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സച്ചിയും രേവതിയും മോഷ്ടാക്കളുടെ വേഷമൊക്കെ കെട്ടിയിട്ട് അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം പുതിയ ആൾക്കാരായതുകൊണ്ട് പരിചയമില്ലാത്ത ആരെയും അവിടേക്ക് കയറ്റിവിടില്ല. പക്ഷേ ഈ സ്വാമിയുടെ വേഷം കെട്ടിയിട്ട് മോഷണമൊക്കെ നടത്തുന്ന ചേച്ചിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവർക്കും ചെറിയൊരു വിശ്വാസം തോന്നുവാണ്. അങ്ങനെ സച്ചിയും രേവതിയും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. പോലീസിന് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് വരുന്നത്. പോലീസുകാർ വന്നിട്ട് പിടിച്ചോണ്ട് പോകുന്നതിന്റെ കൂടെ സച്ചിയും രേവതിയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സച്ചിയുടെയും രേവതിയുടെയും ഗെറ്റപ്പ് കാണുമ്പോൾ അവരും ശരിക്കും മോഷ്ടാക്കളുടെ ആ ഒരു ഇതുപോലെ തന്നെയാണ് പോലീസുകാർക്ക് തോന്നുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് SIയുമായിട്ട് സംസാരിക്കുന്നുണ്ട് സച്ചിയും രേവതിയും. എന്തുകൊണ്ടാണ് അവരവിടെ ചെന്നതെന്നുള്ള കാര്യം അവരുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും പോലീസുകാർ വിശ്വസിക്കുന്നില്ല. ഇവര് കള്ളക്കഥകൾ ഇറക്കുവാണെന്നാണ് വിചാരിക്കുന്നത്. സർ, എന്റെ അച്ഛൻ KSRTC ഡ്രൈവറായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്. സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ വിളിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഉടനെ തന്നെ രവിയുടെ അടുത്ത് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനാ പറയുന്നത്. രവി എത്തുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്തിന്റെ അടുത്തും വർഷയുടെ അടുത്തും പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ട് രവിയും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും നിരപരാധിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് വിടുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ടും സച്ചിയും രേവതിയും ആണെന്നുണ്ടെങ്കിൽ ഈ കേസ് കേട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. കാരണം ദേവുവിന്റെ താലിമാലയും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവര് കള്ളത്തരം പറഞ്ഞതാണെന്നുള്ള കാര്യം തെളിയിച്ചാൽ മാത്രമാണല്ലോ രേവതിക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുക. അമ്മയെ സച്ചി ഓൾറെഡി വെല്ലുവിളിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ പുറകെ പോകാൻ തന്നെ ഇവര് തീരുമാനിക്കുവാണേ. അതിന് ആദ്യം രവി നോ പറയുന്നുണ്ടെങ്കിലും സച്ചിയും രേവതിയും പോകുന്ന കാര്യം ന്യായമായതുകൊണ്ട് തന്നെ പോയിക്കോട്ടെ എന്നുള്ള മട്ടിൽ അനുമതി കൊടുക്കുവാണ്. ഇപ്പോ ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുമില്ല. ദേവുവിന്റെ സ്വർണം മോഷ്ടിച്ച ആ സ്ത്രീ അന്നേ ദിവസം സ്വർണം ഒരുക്കുന്ന ആ വീട്ടിലേക്ക് വരുന്നുള്ള കാര്യം സച്ചിക്കും രേവതിക്കും ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഇപ്പൊ ആരുമില്ല. സച്ചിയും രേവതിയും ഒരു പ്ലാൻ തയ്യാറാക്കുവാണ്. അവരെന്തായാലും വരുമല്ലോ, അതുവരെ നമുക്ക് ആ വീട്ടിൽ പതുങ്ങിയിരിക്കുക എന്ന്. അങ്ങനെ സച്ചിയും രേവതിയും ആ വീട്ടിലെത്തിയിട്ട് അവിടെ പൂജാമുറിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുവാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ മോഷ്ടിച്ച സ്ത്രീയും അതുപോലെ തന്നെ കൂടെ രണ്ടുപേരെയും കൂടി കൊണ്ടിട്ടാണ് കേട്ടോ ആ വീട്ടിലേക്ക് വരുന്നത്. അവിടെ എത്തിയിട്ട് അവിടെയുള്ള അവരെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും സച്ചിയും രേവതിയും പുറത്തേക്ക് വരുവാണ്. വന്ന് അവരെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ദേവുവിന്റെ സ്വർണ്ണമാല അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാം പറയിപ്പിച്ചിട്ട് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് പറയണമെന്നുള്ള കാര്യം കൂടി സച്ചിൻ രേവതി പറയുമ്പോൾ ആ പറഞ്ഞോളാം എന്ന് അവരും സമ്മതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര വർഷയും അതുപോലെ ശ്രീകാന്തിനെയും രവിയും ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ സച്ചിയും രേവതിയും വരാതെ കഴിക്കില്ല എന്നുള്ള രീതിയിലാണ് അവരവിടെ നിൽക്കുന്നത്. കാരണം അവരുടെ അടുത്ത് രേവതിയും കൂട്ടി സച്ചി തിരികെ വരും എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. സച്ചി വന്നോട്ടെ, പക്ഷെ രേവതി ഈ പടി കയറി പോകരുത് എന്ന് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. രേവതി തിരികെ ഈ വീട്ടിലേക്ക് തന്നെ വരും. അവൾ ഇനി ഇവിടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. അമ്മ കണ്ടോ എന്നൊക്കെ ശ്രീകാന്തും അമ്മയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ വീട്ടുകാരും അങ്ങോട്ടേക്ക് വരുവാണ്. ദേവും അതുപോലെ ശരത്തും അമ്മയും കൂടി ചേർന്നിട്ട് ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള മട്ടിലാണ് ചന്ദ്ര നോക്കുന്നത്. പക്ഷെ അവരുടെ വരവ് കാണുമ്പോൾ നമ്മുടെ രവിക്ക് എന്തോ നല്ലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. വന്ന ഉടനെ തന്നെ സച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണേ. ഓ അങ്ങനെയാണല്ലേ.
അപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞു എന്നാ തോന്നുന്നത്. അപ്പോഴേക്ക് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നിന്റെ അടുത്ത് ആരാടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര രേവതിയെ കാണുമ്പോ തന്നെ തുള്ളുന്നുണ്ട്. ഇവള് ആര് പറഞ്ഞിട്ടാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, ആളെയും കൊണ്ടിട്ടാ ഞങ്ങള് വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ മോഷ്ടിച്ച സ്ത്രീയെ ചന്ദ്രയുടെ മുന്നിലേക്ക് കൊണ്ടുവരാണേ. ആ സ്ത്രീയെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഭയഭക്തിയോട് കൂടിയിട്ട് ചന്ദ്ര ഓടിയിട്ട് ആ സ്ത്രീക്ക് അരികിലേക്ക് ചെന്നിട്ട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി നിങ്ങളുടെ സ്വാമിയുടെ ഗെറ്റപ്പ് ഒക്കെ എന്ന്. അത് കഴിഞ്ഞ് ദേവുവിന്റെ കയ്യിലേക്ക് താലിമാല കൊടുക്കുവാണ് കേട്ടോ സച്ചി. ഇതല്ലേ ദേവു നിന്റെ താലിമാല? അതേ സച്ചിയേട്ടാന്ന് ദേവു പറഞ്ഞിട്ട് ആ താലിമാല മേടിക്കുന്നുണ്ട്. അപ്പോഴും ചന്ദ്രയ്ക്ക് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല കേട്ടോ. ഇവരെന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? ഇതാ ഇവള് നിങ്ങൾ പറഞ്ഞതല്ലേ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ വീണ്ടും കയറി വന്നു എന്നൊക്കെ ആ സ്ത്രീയുടെ അടുത്ത് പറയാണേ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് കാര്യം എന്താന്ന് മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിലും രേവതി അമ്മ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ. നിങ്ങൾ തന്നെ സത്യങ്ങളെല്ലാം അവരുടെ അടുത്ത് പറയണം. പറയടി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയാനോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നീ ആര് പറഞ്ഞിട്ടടി ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്രമതി തന്നെ കാരണം അടിച്ച് പൊട്ടിച്ചിട്ടൊന്ന് ചോദിക്കുമ്പോഴേക്കും ഇതെല്ലാം ശ്രുതി പറഞ്ഞിട്ടാ ചെയ്തതെന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. കാരണം ഈ സ്ത്രീയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രേവതിയുടെ എതിരാളിയായിട്ടുള്ള ആ പെണ്ണ് എങ്ങാനും നീ പിടിക്കപ്പെടുവാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പേര് പറയണമെന്ന്. അങ്ങനെ ശ്രുതിയാണെന്നുള്ള കാര്യം കൂടി അറിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇരട്ടി കലിപ്പാവുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല സത്യങ്ങളെല്ലാം തെളിഞ്ഞല്ലോ. രേവതി അവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി രേവതിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ ചന്ദ്രയ്ക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നും രേവതി കാരണം ഒരു കുഴപ്പവും ഈ വീട്ടിലുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ രേവതിയുടെ കൈ പിടിച്ച് ആരതി ഒഴിഞ്ഞിട്ട് വേണം വീട്ടിൽ കയറ്റാനെന്ന്. അത് നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാനോട്ടോ സച്ചി ചെയ്യുന്നത്.